അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഹിജാസിൻ്റെയും ഷാമിൻ്റെയും മധ്യേ അധിവസിച്ചിരുന്ന സമൂദ് സമുദായത്തിലേക്ക് നിയുക്തനായ പ്രവാചകരാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം. ആ സ്ഥലത്തൊരു കിണറുണ്ടായിരുന്നു. ആ കിണറിൻ്റെ പേരാണ് സമൂദ് എന്ന് പറയുന്നത്. വിഗ്രഹാരാധനയും മറ്റനാചാരങ്ങളും അവരിൽ പടർന്ന് ഇടിച്ച കാലത്താണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരിൽ നിയുക്തനായത്. കാനൂക്ക് എന്ന സൂഫി വര്യൻ്റെ പുത്രനാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം. കാനൂക്ക് വിവാഹം കഴിച്ചു. പക്ഷേ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ അപ്രത്യക്ഷനായി. പിന്നെ കുറേ കാലത്തേക്ക് അദ്ദേഹത്തെക്കുറിച്ച് നാട്ടുകാർക്ക് യാതൊരു വിവരമില്ലായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു മുസാഫിർ കാനൂക്കിൻ്റെ വീട്ടിൽ വന്നു. അയാൾ കാനൂക്കിൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഭർത്താവിനെ കാണാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെന്ന് ആ മഹദി പ്രതിവചിച്ചപ്പോൾ മുസാഫിർ കാനൂക്ക് തപസ്സനുഷ്ഠിക്കുന്ന മല മഹദിക്ക് പറഞ്ഞു കൊടുത്തു. മഹദി അങ്ങോട്ട് പോയി അവിടെ ഗുഹയിൽ ഭർത്താവിനെ കണ്ടെത്തി. അന്ന് രാത്രി ആ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചുറങ്ങി. പിറ്റേന്ന് തന്നെ കാനൂക്കിൻ്റെ നിർബന്ധമനുസരിച്ച് ഭാര്യ നാട്ടിലേക്ക് പോവുകയും ചെയ്തു. അവളുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിൻ്റെ ബീജം നിക്ഷിപ്തമായി കഴിഞ്ഞിരുന്നു. 10ാം മാസത്തിൽ മഹദി പ്രസവിച്ചു. ആ കുഞ്ഞാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം. 40ാമത്തെ വയസ്സിലാണ് ഈ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന് പ്രവാചകത്വം ലഭിച്ചത്. അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ അദ്ദേഹം പോരാടാൻ തുടങ്ങി. പക്ഷേ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രമാണ് അത് ചെവി കൊണ്ടത്. മറ്റുള്ളവർ പുച്ഛിച്ച് തള്ളി. അവർ പറഞ്ഞു, സ്വാലിഹേ, നീ ഒരു പ്രവാചകനാണെങ്കിൽ ആ കാണുന്ന പാറക്കുള്ളിൽ നിന്ന് ഒരു ഒട്ടകത്തെ പുറത്തു കൊണ്ടുവരണം. എന്നാൽ ഞങ്ങളെല്ലാം നിൻ്റെ വാക്കുകൾ വിശ്വസിക്കാം. സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു ഒട്ടകത്തെ പാറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നാൽ നിങ്ങളാരും അതിനെ ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചാൽ അത് വമ്പിച്ച നാശത്തിന് കാരണമായി തീരും. ഇല്ല, ഞങ്ങളാരും അതിന് ഒരു ഉപദ്രവം ചെയ്യൂല എന്ന് അവരും പറഞ്ഞു. സ്വാലിഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, സർവശക്തനായ അള്ളാഹ്, ഈ പാറക്കുള്ളിൽ നിന്ന് ഒരു ഒട്ടകത്തെ പുറത്തു കൊണ്ടുവരണേ. ജനലക്ഷങ്ങൾ ഈ അത്ഭുത രംഗം കാണാൻ തിങ്ങിക്കൂടിയിരുന്നു. രാജാവുമുണ്ട് കൂട്ടത്തിൽ. നബിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ആ പാറക്കല്ലിൽ നിന്നും ഒരു ജലസ്രോതസ് പൊട്ടിയൊഴുകാൻ തുടങ്ങി. അതിൻ്റെ ഒഴുക്ക് പെട്ടെന്ന് വർദ്ധിച്ചു. ആ ഒഴുക്കിലൂടെ ഒരൊട്ടകവും അതിൻ്റെ കുട്ടിയും പുറത്തേക്ക് വന്നു. രാജാവും പ്രജകളും ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെടുകയാണ്. അവരെല്ലാം സ്വാലിഹ് നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചു. തുച്ഛം ചിലർ മാത്രമാണ് വിശ്വസിക്കാതിരുന്നത്. ഒട്ടകം ധാരാളം പാൽ ചുരത്തി. നാട്ടുകാരുടെ എല്ലാം കണ്ണിലുണ്ണിയായി. അതും കുട്ടിയും മേഞ്ഞു നടന്നു. ഓരോ വീട്ടിൻ്റെ മുന്നിലും അത് ചെന്നെത്തും. ആർക്കും ഇഷ്ടം പോലെ പാല് കറന്നെടുക്കാം. കറന്നെടുക്കുന്നവർ മതിയാക്കിയാലല്ലാതെ പാല് നിൽക്കുകയില്ല. ഇതായിരുന്നു ഈ ഒട്ടകത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. എല്ലാവരും ഈ കാമധേനുവിന് ഭക്ഷണവും വെള്ളവും കൊടുത്തു വന്നു. ഒരിക്കൽ ഒരു വേശ്യാഗ്രഹത്തിൽ ഖുദാർ എന്ന ഒരു സത്യനിഷേധിച്ചെന്നു. അയാൾ മൂക്കറ്റം മദ്യപിച്ചിരുന്നു. അയാൾ വേശ്യയോട്
തൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന വെള്ളമെല്ലാം സ്വാലിഹ് നബി അലി ഇസ്ലാമിൻ്റെ ഒട്ടകം കുടിച്ചിരുന്നു. ഈ വിവരം അവൾ കുദാറിനെ അറിയിച്ചു. അയാൾക്ക് വലിയ ദേഷ്യമായി. ഒട്ടകം അവിടെ ഉണ്ടായിരുന്നു. മദ്യലഹരിയിൽ സ്വബോധം നഷ്ടപ്പെട്ട ആ ദുഷ്ടൻ വാളൂരി ഒട്ടകത്തെ വെട്ടി. ഒട്ടകം രക്തം ചീറ്റിക്കൊണ്ട് പിടഞ്ഞു വീണു. ഏതാനും നിമിഷങ്ങൾക്കകം അത് ചത്തുപോയി. അതിൻ്റെ കുട്ടി ഓടി രക്ഷപ്പെട്ടു. പുറത്തു വന്ന പാറക്കല്ലിനുള്ളിൽ അത് മറഞ്ഞു. കുദാറ ഒട്ടകത്തിൻ്റെ തോല് പൊളിച്ചെടുത്തു, മാംസം വിതരണം ചെയ്തു. സത്യവിശ്വാസികളാരും അത് സ്വീകരിച്ചില്ല. അവർ ഈ കൊലപാതകത്തിൽ അതീവ ദുഃഖിതരായിരുന്നു. സത്യനിഷേധികളെല്ലാം ഇയാളിൽ നിന്ന് മാംസം വാങ്ങി വേവിച്ച് തിന്നു. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം അന്ന് സ്ഥലത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം വിവരമറിഞ്ഞ് ഞെട്ടി. അള്ളാഹുവിൻ്റെ കഠിന ശിക്ഷ വരാൻ പോകുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. അതിനെ കൊന്ന കുദാറും മാംസം തിന്നവരും കഠിന ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പുണ്ടായി. ഒട്ടകത്തിൻ്റെ കുട്ടിയെ കണ്ടുമുട്ടിയാൽ രക്ഷയുണ്ടെന്ന് നബി പറഞ്ഞു. പക്ഷേ കുട്ടിയെ കണ്ടുകിട്ടിയില്ല. ഭയങ്കരമായ ഒരു ഗർജനം മുഴങ്ങി. കുദാറും മാംസം പങ്കിട്ടവരും ആ ഗർജനം മുഴങ്ങി ഉടനെ ഹൃദയം പൊട്ടി മരിച്ചു വീണു. സത്യനിഷേധികൾ നശിച്ചു. സ്വാലിഹ് നബി അലൈഹി സ്വലാം ഈ സംഭവത്തിന് ശേഷം തൻ്റെ നാട്ടിൽ നിന്നില്ല. അദ്ദേഹം തോരാത്ത കണ്ണീരോടെ നാട് വിട്ടു. പിന്നെ ഫലസ്തീനിൽ ചെന്ന് താമസമാക്കി. അവസാന കാലത്ത് മക്കയിലേക്ക് മാറി താമസിച്ചു. അവിടെ വെച്ചാണ് അദ്ദേഹം വഫാത്താകുന്നത്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.